താനൂർ കേസിൽ അറസ്റ്റിലായ ഡാൻസാഫ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിച്ചവരിലേക്കും അന്വേഷണം എത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് കൊല്ലപ്പെട്ട താമർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി. സിബിഐയുടെ അന്വേഷണം സത്യസന്ധമായി മുന്നോട്ടു പോകുന്നുണ്ട്. അന്വേഷണത്തിനിടയിൽ കേസ് ഒതുക്കാൻ പണം വാഗ്ദാനം ചെയ്തെന്ന രീതിയിൽ ചില കേന്ദ്രങ്ങൾ വ്യാജ പ്രചാരണം നടത്തി. നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും ഹാരിസ് ജിഫ്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഹാരിസ് ജിഫ്രി, മരിച്ച താമർ ജിഫ്രിയുടെ സഹോദരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇനി എങ്ങനെയാണ് ഈ ഒരു തുടർ നീക്കങ്ങളെ അങ്ങ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും CBI നല്ല രീതിയിൽ ഒരു അന്വേഷണം എന്തായാലും സമയമെടുത്തു. എന്തായാലും അത് അവരൊരു വർക്കിൻ്റെ ഒരു രീതിയാവാം എന്ന് ഞാൻ ഇപ്പോൾ കരുതുന്നു. കാരണം എല്ലാ തെളിവുകളും എടുത്തിട്ടാണ് അവരെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇനിയുള്ള നീക്കങ്ങളും അതുപോലെ തന്നെ ഒരു നീക്കമാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിലിപ്പോൾ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരാണ് അറസ്റ്റിലായുള്ളത്. CPO റാങ്കിലൊക്കെയുള്ള ഉദ്യോഗസ്ഥരാണ്. ഇവർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തിരുന്ന ഉന്നത ഉദ്യോഗസ്ഥരാണ്. അവരെ ഒന്നും തന്നെ ഈ ഒരു ഘട്ടത്തിൽ പ്രതി ചേർത്തിട്ടില്ല. എന്നാൽ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് CBI സംഘം നടത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ഒരു നടപടി എന്നോണം CBI ഇവരിലേക്കൊക്കെ തന്നെ അന്വേഷണം എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും ഒരിക്കലും ഇവർക്ക് സ്വന്തം തീരുമാനമെടുത്ത് ചെയ്യാനുള്ള ഒരു അധികാരം ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ ചർച്ചയ്ക്കൊക്കെ റിട്ടയർഡ് SP പറഞ്ഞതും അങ്ങനെ തന്നെ. അപ്പോൾ അവരാരാണ് നിയന്ത്രിച്ചതെന്നുള്ളത് വ്യക്തമാക്കേണ്ടത് ഈ CBIൻ്റെ മുമ്പിൽ വരും. എങ്ങനെയാണ് ഇവർ ഈ കേസിലേക്ക് എത്തിപ്പെട്ടത്, എപ്പോഴാണ് ഇവർ അറസ്റ്റ് ചെയ്തത്, എല്ലാ കാര്യങ്ങളും ആരൊക്കെയാണ് നിർദ്ദേശം നൽകിയതെന്നുള്ളത് എത്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിലേക്കും അന്വേഷണം നീങ്ങുന്നതാണ് പ്രതീക്ഷിക്കണം. ഈ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ആദ്യഘട്ടത്തിൽ നടന്ന സമയത്തെ അവർക്ക് ഈ നിലയിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദമുണ്ടായെന്ന പ്രചാരണമൊക്കെ തന്നെ ഈ രാഷ്ട്രീയ സംഘടനകളൊക്കെ തന്നെ നടത്തിയിരുന്നു. പോലീസ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് CBI ആകുമ്പോൾ ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് എത്തുമ്പോൾ ആ നിലയിൽ എന്താ പറയുക, IPS ആ നിലയിലുള്ളൊരു ലോബി സമ്മർദ്ദം ഒക്കെ തന്നെ ഇവർക്കുണ്ടാകും എന്നൊക്കെ തന്നെ തോന്നുന്നുണ്ടോ? CBIൻ്റെ ഒരു അത്രയും കാര്യങ്ങൾ എനിക്കറിയില്ല. ഇനി ഇവരുടെ ഒരു ഉറപ്പ് നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരാളുമായിട്ട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, ഞങ്ങൾ സത്യസന്ധമായിട്ട് കേസ് അന്വേഷിക്കും എന്നുള്ളൊരു ഉറപ്പാണ് നമ്മളോട് അവർ പറഞ്ഞത്. അപ്പോൾ അത് വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. ബാക്കി ഇനി സാഹചര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ നിന്ന് വരുന്നത് കണ്ടറിയേണ്ടി വരും. ഇപ്പോൾ നിലവിൽ അവർ സത്യസന്ധമായിട്ടാണ് അവർ അന്വേഷിക്കുന്നത്. ഈ CBI അന്വേഷണം തുടങ്ങിയ സമയത്ത് ഇതിൽ പ്രതിയായിട്ടുള്ള അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട 4 പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ചില ആളുകൾ വിദേശത്തേക്ക് കടന്നു എന്ന രീതിയിലുള്ള പ്രചാരണമൊക്കെ തന്നെ ഒരു ഭാഗത്തുണ്ടായിരുന്നു. മറ്റൊരു പ്രചാരണം ഉണ്ടായിരുന്നത് മരിച്ച താമർ ജിഫ്രിയുടെ കുടുംബം അങ്ങുൾപ്പെടുന്ന കുടുംബത്തെ സമീപിച്ചുകൊണ്ട് ചില ഓഫറുകളൊക്കെ തന്നെ നൽകി ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടത്തുന്ന രീതിയിലുള്ള പ്രചാരണം ഒരു ഭാഗത്തുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഓഫറുകൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിട്ടുണ്ടോ ഇതിനിടയിൽ? ഇല്ല, അങ്ങനെ ഒരു ഓഫറോ അല്ലെങ്കിൽ ഭീഷണിയോ ഇതുവരെ ഉണ്ടായില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യം പുറത്തുള്ള എല്ലാവരുടെ ചെവിയിലും എത്തുന്നുണ്ട്. അതൊരു ടീം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ നിന്നും ആരെങ്കിലും സഹായത്തിന് വരികയാണെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെവിയിലെത്തുമ്പോൾ അവർ പിന്നോട്ട് പോകുന്നുള്ളൊരു ധാരണയാവും അവർക്കുള്ളത്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, പല ടീംസായിട്ട് വലിയ വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരൊക്കെ. പക്ഷെ അത് ചില വക്കീലന്മാർ വരെ സൂചന തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഇല്ല. കാരണം നമ്മൾ അവർക്കെതിരെ ഇപ്പോൾ നഷ്ടപരിഹാരത്തിന് കേസ് വരെ ഫയൽ ചെയ്യാൻ പോവുക. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഇതിൻ്റെ ബേക്കിൽ നടക്കുന്നത്? എന്തായാലും അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ തന്നെ പ്രചാരണം നടത്തുന്നവർക്ക് ഒരു തരത്തിലും വഴങ്ങില്ല. നമ്മൾ കൃത്യമായിട്ട് നീതിക്ക് വേണ്ടി തന്നെ ഇതിൻ്റെ അവസാനം വരെ നിലകൊള്ളും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പോകുള്ളൂ. അത് ഈ പോലീസുകാരും ഇവർക്ക് ആരാണ് ഇത്, എന്താണ് ഇവിടെ നടന്നത് എന്ന് വ്യക്തമാക്കണം. ഒരിക്കലും ഇത് വേറെ രീതിയിലേക്ക് പോകാൻ നമ്മൾ സമ്മതിക്കില്ല. ഇതിനുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടേ അടങ്ങുള്ളൂ എന്നുള്ളത്. അത് തന്നെയാണ് പ്രതികളെ റിമാൻഡ് ചെയ്ത പശ്ചാത്തലത്തിലാണ് സഹോദരൻ ഹാരിസ് ജിഫ്രി അത്തരം ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ഹാരിസ് റിപ്പോർട്ടറിനോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, തിരൂർ.